ശരിക്കും ഒരു മാന്ത്രിക ലോകം തന്നെയായിരുന്നു. ഈ സാഹിതിയിലെ ഇംഗ്ലീഷ് അധ്യാപകർ വാസ്തവത്തിൽ ഈ മലയാളം അധ്യാപകർക്ക് വല്ലാതെ ഭീഷണിയായിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ഉഷ ടീച്ചറായാലും വിനോദായാലും ആരായാലും ഇവര് മലയാള എതിര് അച്ചസ്ഫടിക സംഘാശമായ മലയാള ഭാഷയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ബാലസാഹിത്യത്തെ കുറിച്ച് പറഞ്ഞ് നിർത്തിപ്പോകുമെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ അതിനകത്ത് ആഡ്ലർ വരുന്നു, അതിനകത്ത് മറ്റേ ഫ്രോയിഡ് വരുന്നു, യുങ് വരുന്നു. അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് ആ വിഷയങ്ങളോട് ഘടിപ്പിച്ചിട്ടാണ് ടീച്ചർ സംസാരിച്ചത്. വളരെ രസമായിരുന്നു. സമയം ശരിക്കും പറഞ്ഞാൽ 5:37. എൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ട്. കാരണം ഞാൻ ഈ പ്രഭാഷകരെ എല്ലാം ഇങ്ങനെ ഈ അനുസരണയുടെയും സമയനിഷ്ഠയുടെയും വടി കാണിച്ച് മറ്റേ എന്താ പറയുക ഒരു ഹെഡ് മാസ്റ്റർ കളിച്ചത് കൊണ്ട് അവരൊക്കെ സമയപരിധിക്കുള്ളിലും അതിനു മുമ്പും ഒക്കെ ഈ പണി നിർത്തിയതാണ്. പക്ഷെ അവരെ നമ്മൾ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ രസകരമായ വിഷയങ്ങളാണ് ഇവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. ഈ സൈക്കോളജിസ്റ്റിന്റെ കണ്ടെത്തലുകൾ രസകരമാണെങ്കിലും ആ കണ്ടെത്തലുകളിലേക്ക് നയിക്കുന്ന ആ പാത എന്ന് പറയുന്നത് കുറച്ച് ക്ലേശകരവും കുറച്ച് സൈദ്ധാന്തിക ജടിലവുമാണ്. അതാണ് പ്രശ്നം. അപ്പൊ ഇതിന്റെ സിദ്ധാന്തങ്ങളൊന്നും കേൾക്കാൻ രസമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഇത് ഈഗോ, സൂപ്പർ ഈഗോ എന്നൊക്കെ പറയുന്ന സാധനം അത് എന്താണ്, അതിന്റെ വിശദാംശങ്ങൾ എന്താണെന്ന് നോക്കുന്നത് അത്ര രസകരമോ സുഖകരമായ ഒരു സംഗതിയല്ല. പക്ഷേ ഇത് വന്നിട്ട് അവസാനം ഈ കൃതിയിലേക്കോ കൃതിയുടെ രചനാഘട്ടത്തിലേക്കോ നമ്മളെ കൊണ്ട് എത്തിക്കുമ്പോൾ ആഹാ ഇതിങ്ങനെയാണോ എന്നുള്ള മട്ടിൽ. അപ്പൊ ചോദ്യങ്ങളുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. അപ്പോ ആനന്ദ ആ കുട്ടി ക്ലാസ്സിൽ വന്നിരിക്കണം. കുട്ടി ക്ലാസ്സിൽ വന്നിരിക്കണം. അപ്പൊ നമുക്ക് ഞാൻ ഹെഡ് മാസ്റ്റർ ആണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇനിയുള്ള സമയം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇനി ഒരു 20 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പൊ ആ സമയം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ്. ഞാനടക്കം ഇവിടെ നിന്ന് സംസാരിച്ച ആളുകൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പൊ ആദ്യത്തെ ഒരു എന്താ പറയുക ഒരു ചോദ്യം എന്ന് പറയുന്നത് എനിക്ക് ഡോക്ടർ ആനന്ദിനോട് ചോദിക്കാനുള്ളത്, ഈ MTയുടെ കൃതികളിലൊക്കെ തന്നെ ഒരേ തീം ഇങ്ങനെ ആവർത്തിച്ച് വരുന്നു. ഒരേ തീം വേണമെന്നുണ്ടെങ്കിൽ മറ്റേ നമുക്ക് 2-ാം ഊഴം വായിച്ചാലും 4 കെട്ട് വായിച്ചാലും അതിനകത്ത് ഒരേ കാഴ്ചപ്പാട് തന്നെയാണ് വരുന്നത്. ആ സത്യത്തിൽ അതിന്റെ തീമിന് യാതൊരു മാറ്റവുമില്ല. അപ്പൊ അതൊരു പഠന വിഷയമാക്കേണ്ട ഒരു സംഗതിയാണ് ഒന്ന്. ഇതിനകത്ത് കഥ നടക്കുന്ന സന്ദർഭവും സ്ഥലവും മാറുന്നു എന്നുള്ള ഒരു സംഗതി ഇരിക്കെ തന്നെ ഇങ്ങനെ ആവർത്തിച്ച് ഒരേ പ്ലോട്ട് ഒരേ തീം എന്തുകൊണ്ട് വരുന്നു, അതിലെ കഥാപാത്ര സൃഷ്ടി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും മറ്റേ പഠിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു. 1. 2, എനിക്ക് ഉഷ ടീച്ചറോടാണ് ചോദിക്കാനുള്ളത്. ഉഷ ടീച്ചറെ, അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ബാലസാഹിത്യം എന്ന് പറയുന്നത് എല്ലാം നിങ്ങൾ വായിക്കുന്ന, അതായത് റീഡിംഗ് ആണ്. റീഡിങ് വല്ലാതെ കുറയുന്ന കാലത്ത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളുടെ കാലമാണിപ്പോൾ. എന്ന് മാത്രമല്ല പ്രത്യേകിച്ച് നമ്മളെ ഭയപ്പെടുന്ന തരം ഗെയിമുകളുടെ കാലമാണ്. ഇതിനകത്ത് തന്നെ ഒരു വലിയ പ്രശ്നമുള്ളത് ഈ പാശ്ചാത്യ ലോകത്ത് പ്രചാരത്തിലുള്ള ഇത്തരം ഗെയിമുകൾ നമ്മുടെ സോഷ്യോ കൾച്ചറൽ റിവ്യൂവിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൾച്ചറൽ പ്രശ്നമുണ്ട്. അതായത് പല മറ്റേ യൂറോപ്യൻ സൊസൈറ്റിയുടെ നമ്മുടെ കയ്യിലൊരു ഗൺ ഉണ്ടാവുക എന്ന് പറയുന്നത്, ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ക്രൈമല്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അത് മനസ്സിലാക്കുന്ന അത് കണ്ടു ശീലിക്കുന്ന ഒരു കുട്ടി അതിനെ എപ്രകാരമാണ് ഉൾക്കൊള്ളുന്നത് കൾച്ചറൽ പ്രശ്നമുണ്ട്. തന്നെയുമല്ല, ഇപ്പം നമുക്കിപ്പം ഗെയിമുകളിലൊക്കെ ആണെങ്കിൽ ഒരു കാറ് അതിവേഗത്തിൽ പോയിട്ട് ഇടിച്ചാൽ തന്നെ നമുക്കതിനെ ഗിയർ കൊണ്ട് നമുക്ക് തിരിച്ച് വരാൻ പറ്റും, കാറ് തകരുന്നില്ല. പക്ഷെ ഈ സ്പീഡ് മനസ്സിൽ കയറ്റുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു യുവാവ് അത് നമ്മുടെ റോഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റേ അക്രമാസക്തി എന്ന് തന്നെ വിളിക്കേണ്ട ഒരു സ്വഭാവ വൈകിട്ട് നിങ്ങളിപ്പോൾ കടന്നു വരും. ഇത്തരം കൾച്ചറൽ പ്രശ്നങ്ങളുണ്ട്. അതേക്കുറിച്ച് എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത്? പറ്റുന്ന കുഞ്ഞമ്മ ടീച്ചറോടാണ് ചോദിക്കാനുള്ളത്. ടീച്ചർ ഇതിനകത്ത് സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ തന്നെ പറയുന്നു. അതൊരു 1 സൈഡഡ് വ്യൂ അല്ലേ? ഈ പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് മാത്രമാണോ? ഇപ്പം കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ എന്നൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ മുഖ്യമന്ത്രി പറഞ്ഞാൽ പോലെ അതിനാണ് ഈ വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ചില ചർച്ചകൾ കൂടിയുണ്ട്. നിങ്ങളുടെ ഒരു അഭിപ്രായത്തെക്കുറിച്ച് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മറ്റുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കും. സമയപരിമിതി അറിയാമല്ലോ. സെബാസ്റ്റ്യൻ മാഷ്ക്കുള്ള ഒരു ഉത്തരം വളരെയധികം വ്യത്യസ്തതയാർന്ന കഥകളും തീമുകളാണ് ശരിക്കും MT എഴുതിയിട്ടുള്ളത്. ഞാൻ സിനിമയിലേക്ക് പർപ്പസ്ഫുള്ളി പോകാതിരുന്നതാണ്. പല സിനിമകളും നമുക്ക് എത്രമാത്രം വ്യത്യാസമുള്ളതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് നിർമാല്യമല്ല വടക്കൻ വീരഗാഥ, വടക്കൻ വീരഗാഥയല്ല
പഴശ്ശിരാജ അല്ല സഭയം, അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ സിനിമകൾ പക്ഷെ പൊതുവെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. പക്ഷെ കഥകളിലേക്ക് വരുമ്പോൾ ഞാൻ നോവൽ മാത്രമേ ടച്ച് ചെയ്തുള്ളൂ. അതിൽ തന്നെ 10 നോവലിൽ 4 നോവലേ ഞാൻ സംസാരിച്ചുള്ളൂ. ഈ കഥകൾ എടുക്കുകയാണെങ്കിലും മന്ത്രവാദി തൊട്ടുള്ള കഥകൾ, മന്ത്രവാദിയുടെ ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ എടുക്കേണ്ടത് പള്ളിവാളും കാൽച്ചിലും നിർമ്മാല്യത്തിന് അടിസ്ഥാനമായിട്ടുള്ള കഥയിൽ ഈ വളരെ അരിഷ്ടിച്ച് കഴിയുന്ന മന്ത്രവാദി മറ്റേ രാമക്കുറുപ്പ് വെളിച്ചപ്പാടിന്റെ വീട്ടിലും ദീനം കണ്ടു തുടങ്ങുകയാണ്. കണ്ടു തുടങ്ങിയ വഴിക്ക് അമ്പലത്തിൽ ചെന്ന് എംബ്രാന്തിരിയോട് സത്യസന്ധമായിട്ട് പറയാണ്, വീട്ടിലും ദീനം കണ്ടു. ആ ദീനം കണ്ടു എന്ന് പറയുമ്പോൾ മറ്റേ എംബ്രാന്തിരി ചോദിക്കുന്നത്, ഒരു വന്ന് ശാന്തിയായിട്ട് ചാർജ് എടുത്ത് വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ മാളിക പണിത എംബ്രാന്തിരി ചോദിക്കുകയാണ്, ദേവിക്ക് അവിഹിതമായ എന്തെങ്കിലും വെളിച്ചപ്പാട് ചെയ്തോന്ന്, അതായത് എന്തെങ്കിലും ഇവിടുന്ന് കട്ടുപിടിച്ചോന്ന്. അപ്പൊ അതിന് ഒരു ചവിട്ട് കൊടുക്കാനാണ് ശരിക്കും വെളിച്ചപ്പാടിന് തോന്നിയത്. പക്ഷെ അദ്ദേഹം അത് ചെയ്യാതെ അദ്ദേഹത്തിന്റെ ഇപ്പൊ തൽക്കാലത്തെ ആവശ്യത്തിന് ഒരു 10 രൂപ കടം ചോദിക്കുകയാണ്. അപ്പൊ ഉടനെ എംബ്രാന്തിരി പറയുന്നത് എന്റെ കയ്യിൽ ഇല്ല എന്നാണ്. അപ്പൊ അതിന് അവിടുന്ന് നിരാശനായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടില് ഈ ദീനം പിടിച്ച ഏക മകളെ നോക്കാനായിട്ട് ഒരാളെ നിർത്തണം. ആ ആളെ നിർത്താനായിട്ട് 10 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇയാള് മൂലയ്ക്ക് വച്ചിരുന്ന പള്ളിവാളും കാൽച്ചിലമ്പും എടുത്തുകൊണ്ട് ഒരു മൂശാരിയുടെ അടുത്ത് പോവുകയാണ്. മൂശാരിയുടെ അടുത്ത് കൊടുത്തിട്ട് പറയാണ്, പഴയ ഓടിന് എത്ര വില തരും? അപ്പോൾ 2.5-ക്കാണ് ഞാൻ എടുക്കുന്നത്, 2.5 രൂപയ്ക്കാണ് 1 കിലോ. എന്നാ ഇത് തൂക്കി നോക്കൂ. ഇത് നോക്കുമ്പോൾ ഭഗവതിയുടെ പള്ളിവാളും കാൽച്ചിലമ്പോ, ഇതാണ് ശരിക്കുള്ള നിർമ്മാല്യത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കഥ. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിനിമയിലും അതിഭീകരമായിട്ട് തോന്നും. അദ്ദേഹത്തിന്റെ വേറൊരു ഓളവും തീരവും പ്രശസ്തമായിട്ടുള്ള ഒരു കഥയായിരുന്നു. അതാണ് പിന്നെ സിനിമയാക്കിയത്. ഓളവും തീരത്തിലും എന്താ പറയാ, ബാപ്പുട്ടി എന്ന് പറയുന്ന ഒറ്റയാനായിട്ടുള്ള ആള് ചങ്ങാടൻ മറ്റേ വജ്ജികുത്തി അകലങ്ങളിൽ പോയിട്ട് ജോലി ചെയ്ത് ഈ തടിയൊക്കെ വരുത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഈ അത്യാവശ്യം കഞ്ഞി വയ്ച്ചു കൊടുക്കുന്നതും അഭയം കണ്ടെത്തിയതും നബീസുവിന്റെ വീട്ടിലാണ്. നബീസു ബീവാത്തുമ്മ അമ്മ സൈനബ. ബീവാത്തുമ്മ കുറച്ച് പെശകാരിയാണ്, തെറ്റായിട്ട് ജീവിക്കുന്ന ആളാണ്. അങ്ങനെ ഏകദേശം സൈനബയെ ഉറപ്പായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് പണക്കാരൻ കുഞ്ഞാലി വരുന്നത്. പുറത്തെവിടെയോ പോയിട്ട് വലിയ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇയാള് വരുന്നത്. ഉടനെ സൈനബയെ കയറി പിടിക്കുകയാണ്. അങ്ങനെ ഇയാൾക്ക് കിട്ടാതെ പോവാണ്. പക്ഷെ ഗർഭവതിയായിട്ടുള്ള സൈനബയെ കുഞ്ഞാലി ഉപേക്ഷിക്കുന്നുണ്ടെങ്കിലും ആ പ്രസവത്തിന് വേണ്ടിയിട്ടുള്ള കാശ് ബാപ്പുട്ടി വന്ന് ഏൽപ്പിച്ചിട്ട് പോവാണ്. ഇതാണ് ഇത്രയുള്ള ചെറുകഥ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇരുട്ടിന്റെ ആത്മാവ്, ഞാൻ സാധാരണഗതിയിൽ നിങ്ങളൊക്കെ എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുക ഇരുട്ടിന്റെ ആത്മാവിനെ വേലായുധം കുട്ടി എന്ത് തരം പ്രകൃതമാണ്. വളരെ അപക്വമായിട്ടുള്ള മനസ്സ്, വളരെ കാർക്കശ്യമായിട്ടുള്ള ചുറ്റുപാടുകൾ, കാർക്കശ്യമായിട്ടുള്ള കർണവന്മാരും എല്ലാവരും കൂടി വളരെ അടിച്ചും ഒക്കെ ഡീൽ ചെയ്യുമ്പോൾ ആ ഉള്ള ബുദ്ധിയും കൂടി അരക്കിറുക്ക് എന്നുള്ളത് മുഴുക്കിറുക്കാവുന്ന പശ്ചാത്തലത്തിലാണ് വേലായുധം കുട്ടി വളരുന്നത്. പക്ഷെ കുറച്ച് ബുദ്ധിയും കുറച്ച് ബോധവും ഉള്ളിലുള്ളത് കൊണ്ട് വളരെ വിശ്വസ്തയായിട്ടുള്ള അമ്മുക്കുട്ടി പറയുകയാണ് അവസാനം തനിക്ക് ഭ്രാന്താണെന്ന് പറയുമ്പോൾ എനിക്ക് ഭ്രാന്താണ്, എന്നെ ചങ്ങലക്കിടൂ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. അങ്ങനെ വളരെ കുറേ കഥകളുണ്ട്. സ്വർഗം തുറക്കുന്ന സമയം, ഈ സ്വർഗം തുറക്കുന്ന സമയമാണ് പിന്നീട് ആൾക്കൂട്ടത്തിൽ തനിയെ എന്നുള്ള സിനിമയായിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള സിനിമയാണ്. ഈ ആൾക്കൂട്ടത്തിൽ തനിയെ എന്താ പറയാ, സ്വർഗം തുറക്കുന്ന സമയം എന്നുള്ളത് അതില് ആ കുട്ടിനാരായണൻ പ്രവചിക്കുകയാണ്, നാളെ ഉച്ചയ്ക്കകത്ത് വിട്ടുപോയില്ല. പക്ഷെ പലപ്പോഴും കാൽക്കുലേഷൻ തെറ്റി പിന്നെയും മാധവമേനോൻ കിടക്കുമ്പോൾ അതിന് എന്താ പറയാ, വന്ന ആൾക്കാരൊക്കെ തിരിച്ചു പോകുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് മരണം സംഭവിക്കുന്നു. ഏകദേശം കുട്ടിനാരായണൻ പറഞ്ഞു 1 ദിവസം കൂടി വീണ്ടും കിടന്നുള്ളൂ. അങ്ങനെ വളരെ വിചിത്രമായിട്ടുള്ള കഥകൾ. കഥാലോകത്തേക്ക് കടന്നാൽ ഈ പറഞ്ഞ ഒറ്റയ്ക്കുള്ള ഒരേ ഏകദാനമായിട്ടുള്ള തീമുകളേ അല്ല. പക്ഷെ MTയുടെ അടിസ്ഥാന വീക്ഷണം, ഇപ്പൊ ഞാൻ കഥ എഴുതുകയാണെങ്കിൽ എന്റേതായിട്ടുള്ള വീക്ഷണങ്ങൾ എന്തായാലും എന്റെ കഥയുടെ ഒരു ടച്ചിൽ ഉണ്ടാവും. അപ്പൊ അനിൽ കവിത എഴുതുകയാണെങ്കിൽ അനിലിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുള്ള കവിതകളായിരിക്കും വരിക.
അപ്പൊ അതിനാണ് empty ടച്ച്, അനിൽ ടച്ച് എന്ന് പറയുന്നത്. അതുണ്ടാവാതെ നമ്മൾ വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തത വരുത്തുന്നത് ശരിയല്ല. അപ്പൊ MTയുടെ കഥകളിൽ നമ്മൾ സൂപ്പർഫിഷ്യലായിട്ട് നോക്കുമ്പോൾ ഒരേ ഭാവം തോന്നുമെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രമേയങ്ങളാണ്. അതിൽ അദ്ദേഹം അനുബന്ധിക്കുന്ന ഫോളോ ചെയ്യുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലും വരും. അത് ഭീമസേന ആയാലും ചതിയൻ ചന്തു ആയാലും പഴശ്ശിരാജ് ആയാലും എല്ലാവിടെയും. കാരണം മനുഷ്യൻ വരും. നിങ്ങളുടെ ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള സമയം ഞാനൊന്ന് തുടങ്ങി വെച്ചത് മാത്രമേ ഉള്ളൂ. അല്ല പുതിയ വിഷ്വൽ മീഡിയ ഞാൻ പറഞ്ഞ ടോപ്പിക്കുമായിട്ട് ബന്ധമൊന്നുമില്ല. അത് വിഷ്വൽ മീഡിയയുടെ അപകടങ്ങൾ എനിക്ക് തോന്നുന്നത്, ഞാൻ വിദേശത്ത് കുട്ടികളുടെ കൂടെ പോയപ്പോൾ അവര് അടുത്തേക്കൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഒരു ലൈബ്രറികളിലൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പൊ അവിടെ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് അവിടെ കാതലായിട്ടുള്ളൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ലൈബ്രറിയിൽ വളരെയധികം പ്രാധാന്യം ഉണ്ട്. അവർക്കായിട്ട് ഒരുപാട് സ്പേസ് ലൈബ്രറിയിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് കുട്ടികളുടെ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അവിടെ അത് മാത്രമല്ല, കുട്ടികളെ ശരിക്കും അവിടെ പിടിച്ചിരുത്തുന്ന കുറെ എലിമെന്റ്സ് അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികൾ അവിടെ പോകാൻ ഇഷ്ടപ്പെടുകയും പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. 100 പുസ്തകങ്ങൾ വരെ കുട്ടിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. 100 പുസ്തകങ്ങൾ. ഞാൻ ഞെട്ടിപ്പോയി. നമുക്ക് 3 പുസ്തകം കൊണ്ടുപോയി 10 ദിവസങ്ങൾക്ക് തിരിച്ചു വരണം എന്നൊക്കെ പറയുന്നിടത്ത് യു കൻ ടേക്ക് 100 ബുക്സ് ഹോം എന്നാണ്. അപ്പൊ എത്ര എക്സൈറ്റഡ് ആയിട്ട് അവര് പുസ്തകങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇത് ബോധപൂർവമായിട്ട് കുട്ടികളെ ഈ മറ്റ് മീഡിയകളിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് അവർ അവിടെ ശ്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ അതിന് പകരം ഒരു നിയന്ത്രണവും കൊടുക്കാതെ കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തുകൊണ്ടും അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ആക്സസ് ധാരാളം കൊടുത്തുകൊണ്ടും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. നമ്മളത് അറിയാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. അവിടെ അതുപോലെ തന്നെ ഈ തോക്ക് അവർക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് കുട്ടികൾ പോയി സ്കൂളുകളിൽ വെടിവെപ്പൊക്കെ നടത്തുന്നത്. ഇത് അവരെ ഇപ്പോൾ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ തമാശയ്ക്കായാൽ പോലും ഇപ്പോ എൻ്റെ 2 ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട് അവിടെ. മോൻ ചെറിയ കുട്ടികൾ തമാശയായിട്ട് കളിയുടെ ഇടയിൽ പറഞ്ഞു ഐ വിൽ കിൽ യു എന്ന് പറഞ്ഞു. ഐ വിൽ കിൽ യു എന്നാണ് പറഞ്ഞത്. അത് നമ്മളിപ്പോ അത് പറഞ്ഞാൽ ആ കുട്ടി കൊല്ലുമെന്ന് അതിന് അർത്ഥമൊന്നുമില്ല. പക്ഷെ അവിടെ അത് വളരെ സീരിയസ് ആണ്. അപ്പൊ ഈ സംഭാഷണം കേൾക്കാനിടയായ വേറൊരു കുട്ടിയുടെ അമ്മ ഇവന്റെ അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളുടെ മകൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, ഐ വിൽ കിൽ യു എന്നുള്ളത്. അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ടീച്ചേഴ്സിന്റെ കയ്യിൽ ടീച്ചേഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ആകും എന്ന് പറയുന്നത്. അപ്പൊ അതൊരു അവയർനെസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ കുറേം കൂടി ഇതിനെ കുറിച്ച് ബോധവാന്മാരായി തുടങ്ങിയിട്ടുണ്ടെന്നും കുട്ടികളെ അതിൽ നിന്ന് വേർതിരിക്കാനായിട്ട് അവർ കുറേം കൂടി ഇപ്പോ കമ്മ്യൂണിക്കേഷനിൽ ഒരു കാലത്ത് അവിടെ തീരെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അത് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവിടെ അതിന്റെ അതിപ്രസരമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മളും കുറേം കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് തോന്നുന്നു എനിക്ക് പറയാനുള്ള ഉത്തരം. സെബാസ്റ്റ്യൻ ചോദിച്ചതേ, സെബാസ്റ്റ്യൻ്റെ ഒരു സ്വഭാവമായിരിക്കും. എനിക്ക് സെബാസ്റ്റ്യനെ ഇഷ്ടംപോലെ പറയാമെന്നുള്ളത് കൊണ്ടാണ്. സോറി കേട്ടോ. സ്ത്രീകൾക്ക് മാത്രമുള്ള പ്രശ്നമൊന്നുമല്ല. എന്ത് ചെയ്യാനാ? ലളിതാംബിക അന്തർജനം എഴുതിയത് സ്ത്രീകളുടെ സംഘർഷമാണ്. പക്ഷെ അവിടെ ഞാൻ ഉണ്ണിയേട്ടനെ പറഞ്ഞു, മുത്തശ്ശനെ പറഞ്ഞു, ഇല്ലേ, മകനെയൊക്കെ പറഞ്ഞു. അതൊന്നും കേട്ടില്ല. അല്ലാതെ സ്ത്രീകൾക്ക് മാത്രമല്ല, സ്ത്രീകൾ മാത്രമായിട്ട് ഒരിടത്തും പ്രാന്തി ചെറിയപ്പോൾ പ്രാന്തിയാക്കിയത് ആരാ? അല്ലേ? അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും പ്രശ്നങ്ങളുണ്ട്. പുരുഷന്മാരുടെ പ്രശ്നങ്ങളാണ് നമുക്ക് ഇങ്ങോട്ട് നിർത്താൻ ചിലപ്പോൾ പറ്റാണ്ട് വരുന്നത് തന്നെ. അപ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും സംഘർഷമുണ്ട്. പക്ഷേ ലളിതാംബിക എഴുതി, MD എഴുതി, 2 പേരും സ്ത്രീകളുടെയാണ് കൂടുതൽ എഴുതിയിരിക്കുന്നത്. അവിടെ പുരുഷന്മാരെ ഗണിച്ചിട്ടുണ്ട്. പിന്നെ സ്ത്രീകളുടെ ആധിപത്യം മുമ്പിലോട്ട് വരുന്നൊരു കാലമല്ലേ. അതുകൊണ്ട് ആധിപത്യം അർത്ഥം മലയാളം അർത്ഥമല്ല ഞാൻ എടുക്കുന്നത്. ആധിപത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ,
പവർ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അത് സെബാസ്റ്റ്യൻ അറിയാം. എൻ്റെ കോളേജിൽ ഇങ്ങനെ പരാ ഇങ്ങനെ വിറകുകളെല്ലാവരും വരുമ്പോൾ അറിയാം സ്ത്രീക്ക് അതിൻ്റേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അത് കീപ്പപ്പ് ചെയ്താൽ മതി. നമ്മൾ പുരുഷനെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാനുണ്ട്. അല്ലെങ്കിൽ മന്ദബുദ്ധി ആയിരിക്കണം. ഭർത്താവിനോട് പറയുന്ന മാത്രം ഭാര്യ ആണെങ്കിൽ ഭർത്താവ് ഭാര്യ ഒരാളും മന്ദബുദ്ധി ആയിരിക്കണം. സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യം എപ്പോഴും പ്രായത്തിനനുസരിച്ചും സ്റ്റാറ്റസ് അനുസരിച്ച് സ്വാതന്ത്ര്യം കുറഞ്ഞു വരുന്നു. ഇപ്പോൾ ഉണ്ണികൃഷ്ണനോ സെബാസ്റ്റ്യനോ പറയുന്നതിൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ മക്കളോടോ ഭർത്താവിനോടോ വഴക്ക് കൂടിയാൽ നാളെ എൻ്റെ വരുമാനം നിലയ്ക്കുകയാണ്. പെൻഷനല്ല കേട്ടോ, ബാക്കിയുള്ള വരുമാനം നിലയ്ക്കുകയാണ്. 5-6 ഓർഗനൈസേഷൻ്റെ വരുമാനമാണത്. അത് നശിക്കും. അപ്പോൾ എൻ്റെ പ്രായത്തിനനുസരിച്ച് ഞാൻ ചെയ്യുന്ന പ്രൊഫഷൻ അനുസരിച്ചും സമൂഹത്തിൽ എനിക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്. അതേപോലെ ഓരോ സ്ത്രീക്കും ഉണ്ട്, ഓരോ പുരുഷനുമുണ്ട്. പ്രായം കൂടുന്തോറും സ്റ്റാറ്റസ് കൂടുന്തോറും സ്വാതന്ത്ര്യം കുറഞ്ഞു വരുന്നു എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതനുസരിച്ചാണ്. അപ്പം ലളിതാംബിക എന്ത് ചെയ്യാം? അവരുടെ അന്നത്തെ കാലത്ത് അവരെഴുതിയതിനെ ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് മാത്രം അല്ലേ. ഇനി അഗ്നിചിതറൊക്കെ വായിക്കുമ്പോൾ സെബാസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചിട്ട് ഇപ്പോൾ അട്ലറും യൂഗും ഒക്കെ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെക്കാട്ടി ഭംഗിയായിട്ട് ഇവിടെ പ്രസൻറ്റ് ചെയ്തില്ലേ. ഈ അടിസ്ഥാനത്തിൽ വായിക്കുമ്പോൾ അടുത്ത പ്രാവശ്യം സെബാസ്റ്റ്യൻ ഞാൻ പറയുന്നില്ല. അല്ല, ഇതിനകത്ത് ഒരു കാര്യം പറയാം. അതായത് നമ്മളിപ്പോ ഈ സദസ്സിൽ നിന്ന് സ്ത്രീ സൗഹൃദം പ്രസംഗിച്ചിട്ട് വന്ന കാര്യം ഞാൻ ഈ പ്രാധാന്യം എന്നൊക്കെ വാക്കിൻ്റെ ഒക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ ഞാൻ ചോദ്യം ചെയ്യുക. എന്നുവെച്ചാൽ വേറൊന്നുമല്ല, ഈ നാട്ടിൽ പരസ്പരം ആധിപത്യമില്ലാതെ ഒരാൾ മറ്റൊരാൾക്ക് കീഴ്പ്പെടാതെ ഒരു സഹകരണാത്മക ജീവിതം സാധ്യമല്ലേ? അങ്ങനെയൊക്കെ വേണ്ടേ? ഞാൻ ടീച്ചർ പറഞ്ഞതിനെ കുറിച്ചല്ല പറയുന്നത്. അത് ആ ഒരു സമൂഹമാണ് നമ്മുടെ സ്വപ്നത്തിലുള്ളത്. ഇനി അടുത്ത ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഉണ്ണികൃഷ്ണൻ ഒന്ന് സംസാരിക്കണം. അത് വൈകിപ്പിക്കാൻ നമുക്ക് സമയമാകുന്നു. ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. ആർക്കും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച്. പ്ലീസ്. എനിക്ക് ചോദിക്കാനുള്ളത്, മോദി കൗൺസിലിംഗ് സെന്റർ തുടങ്ങിയിട്ട് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതിലെങ്ങനെയാണ് കുട്ടികൾ കൂടുതൽ വരുന്നത്? എന്ത് പ്രശ്നങ്ങൾ കൊണ്ടാണ് വരുന്നത്? പേഴ്സണൽ കാര്യങ്ങളാണെങ്കിൽ അത് കുത്തിയിട്ടുണ്ട്. പൗലോസിനെ ശുദ്ധമാക്കാമെന്നുണ്ട്. ഇത് പേഴ്സണൽ കാര്യമാണ്. സോറി. അവിടെ വരുന്ന കുട്ടികളെന്ന് പറയുന്നത് കുട്ടികളല്ല, പ്രധാനമായിട്ടും 3 ഉണ്ട്. ഞാൻ ചൈൽഡ് ഉണ്ട്, അഡോൾസൻസ് ഉണ്ട്, ഫാമിലി കൗൺസിലിംഗ് കൂടുതലും കോടതിയിൽ നിന്നാണ്. അപ്പോൾ അവിടെ വരുന്ന കുട്ടികളുടെ പ്രശ്നം ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മിക്കവാറും ഞാൻ പറഞ്ഞ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കമ്പാരിസൺ മൂലം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇതിൽ നിന്ന് എസ്കേപ്സത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, രക്ഷപ്പെടൽ മാർഗം. അതനുസരിച്ച് ഇപ്പോൾ പരീക്ഷ ഇപ്പം 11-നായി. അവൻ കഴിഞ്ഞ ഡിസംബർ 18-ാം തീയതി വരെ എല്ലാ ആശുപത്രിയിലും മാറി പോയെന്ന് വെച്ചാൽ അങ്കമാലി, രാജഗിരി, അമൃത ഒക്കെയാണ് എക്സ്പെൻസീവ് ഹോസ്പിറ്റലിൽ. അവർ ഓരോ ടെസ്റ്റ് നടത്തും. ഡോക്ടർ ഇങ്ങനെ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങനെ പറയാൻ പാടില്ല പൊതുവായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിച്ചത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡിസംബർ 18-ാം തീയതി നല്ല ഓർമ്മയാണ് വന്നത്. എല്ലാ ആശുപത്രിയിലും ഉണ്ട്. അച്ഛനാണ് ഈ പാവം ഓരോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ഈ അസുഖം മൂലം കൊണ്ട് പറ്റുന്നില്ല. ഞാൻ അവിടെ വന്ന ആ കുട്ടിയെ ശരിക്കും ഒരു 2-3 ആഴ്ച കൊണ്ട് പഠിക്കേണ്ട രീതി പറയാൻ പറ്റില്ലല്ലോ, നിനക്ക് അസുഖം ഇല്ലാന്നാണ്. അങ്ങനെയൊക്കെ ആയി
ഫുൾ A+ കിട്ടി ആ കുട്ടി. എല്ലാ അഡ്രസ്സും ഒക്കെ തന്നെയാണ്. പിന്നെ അതേപോലെ വരുന്ന എനിക്ക് ഈ ഫീൽഡ് ഒരു സക്സസ് ആയിട്ട് ഞാൻ നല്ലൊരു ഈശ്വരവിശ്വാസിയാണ്. വിശ്വസിച്ച് അമ്പലത്തിൽ പോയി പൈസ കൊടുക്കുന്നതും അവിടെ ചൈനപ്രദക്ഷിണമൊന്നുമല്ല. പക്ഷെ ഈ വിശ്വാസമുണ്ട്. അതുകൊണ്ട് എനിക്ക് അതുപോലെ പെൺകുട്ടികളാണെങ്കിൽ തന്നെ അന്ന് ഡ്രസ്സൊക്കെ ഊരി കാണിച്ചിട്ടുണ്ട്. ഇപ്പം മെനഞ്ഞാന്ന് വന്ന ഒരു കുട്ടിയാണ് സ്വന്തം അച്ഛൻ ഉപദ്രവിച്ചിട്ടുണ്ട്, ആങ്ങളമാർ ഉപദ്രവിക്കുന്നുണ്ട്, അധ്യാപകർ ഉപദ്രവിക്കും. ഇതൊക്കെ ഡോക്ടർക്ക് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ അറിയിക്കേണ്ട കാര്യമാണെന്ന് പറയും. പക്ഷെ ചില സംഗതികൾ നമുക്ക് അറിയിക്കാൻ പറ്റില്ല എല്ലാവരെയും. അവരെ അതിന് മോട്ടിവേറ്റ് ചെയ്തിട്ട് അവർക്ക് വേറെ വിവാഹം കഴിച്ചോ പഠിക്കുകയൊക്കെ ചെയ്ത് ഈ സമൂഹത്തിലൊരു സ്ത്രീയായിട്ട് അതിജീവിത എന്നുള്ളതല്ല, ശരിക്കും നമ്മളെപ്പോലെ ഒരു സ്ത്രീയായിട്ടും കുട്ടിയായിട്ടും വളർത്തുന്നത്. അപ്പം അച്ഛന്മാരെ നമ്മൾ കാണേണ്ടി വരും, അമ്മമാരെ കാണേണ്ടി വരും. പിന്നെ ചിലത്തക്കാരെയാണെങ്കിൽ ഇപ്പോൾ IT ഫീൽഡും ഒക്കെ ആണെന്നുണ്ട്. എൻ്റെ മുമ്പിൽ ഇരുന്ന് നമുക്കറിയാവുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഐ എം ഗെറ്റിംഗ് എ സാലറി മോർ ദാൻ 1 lakh or 2 lakhs ഒക്കെ ആയിരിക്കും. ഇഷ്ടംപോലെ ഇതിപ്പോൾ എല്ലാ IT ഫീൽഡിലും കിട്ടുന്നുണ്ട് അല്ലേ. ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ച് അവിടെയൊക്കെ കൊടുക്കാം, അതൊക്കെ നിങ്ങൾക്ക്. അപ്പോൾ ഇത് രണ്ട് കഴിയുമ്പം വാട്ട്സ് ദ യൂസ് ഓഫ് മാരിയിങ്. പിന്നെ ഒരു പെൻഷൻ എന്ന് പറയുന്നതിനപ്പുറത്ത് അൺ ഇൻ്റലിജൻ്റ് എന്നുള്ള നീങ്ങി എടുത്തോണ്ടാൽ മതി. വിവാഹം കഴിക്കാത്ത എത്രയോ പേര് വലിയുണ്ട്. ഒരു എനിക്ക് പേര് നാളൊന്നും അല്ല, സംഭവം പറയുകയാണ്. ഒരു ഡോക്ടർ എന്നോട് ഒന്ന് കരഞ്ഞു പറയുകയാണ്, എൻ്റെ 2 മക്കളും നല്ല ഡിഗ്രിയാണ്, പക്ഷെ കല്യാണം കഴിക്കുന്നില്ല. അവരൊക്കെ പറയുന്നത് എന്തിനാ ഈ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നതെന്നാണ്. നമ്മുടെ ദാമ്പത്യം കണ്ട് വളർന്നവരായിരിക്കും. പിന്നെ അച്ഛനും അമ്മയും പണ്ടത്തെ കുട്ടികൾ ഒരു മുറിയോ 2 മുറിയോ ഒരു ഫ്ലാറ്റിലൊക്കെ കാണും. ചെറുപ്പം തൊട്ടേ അച്ഛനും അമ്മയുടെ ജീവിതം കണ്ടാണ് ഈ കുട്ടി പറയുന്നത്. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. കുട്ടികളുടെ കാര്യം പിന്നെ ഈ അടുത്ത സമയത്ത് വലിയ മെഡിസിൻ വലിയ ആളുകൾ അവരുടെ കുട്ടിയെ കൊണ്ടുവന്നു ആ വായുടെ അവിടത്തെ ഒരു ചൊറിപോലൊക്കെ വന്നിട്ടാണ്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൾക്ക് മരുന്ന് ഡോക്ടർ അല്ലാട്ടോ വേറൊരു ആൾ പറഞ്ഞു മരുന്ന് കഴിച്ച് ഒരു ഞാൻ എത്ര മരുന്ന് കൊടുത്തിട്ട് നമുക്ക് മാറുന്നില്ല. ഞാൻ കുട്ടിയായിട്ട് സംസാരിച്ചപ്പം ഇവർ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് വൈകിട്ട് മുഴുവൻ പോകുന്ന സമയത്ത് ഈ കുട്ടി അമ്മാൻ്റെ വീട്ടിൽ കൊടുക്കണം. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓറലായിട്ടുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പോലും കുട്ടികൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ അങ്ങനെ മറ്റു കുട്ടികളുടെ കൂടെ ഉറങ്ങാൻ പോലും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ പേടിപ്പിക്കണ്ട. നമ്മുടെ ഉൾക്കണ്ട കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിലായിരിക്കണം. ഇത് തന്നെയാണ് ഭാര്യയൊക്കെ ഓരോ ദിവസവും കേൾക്കുന്നതും കാണുന്നതും കേട്ട് കഴിഞ്ഞാൽ ഞാൻ അറിയാതെ തന്നെ ഞാൻ കോളേജിൽ അധ്യാപിക പറയുന്ന സമയത്ത് ഇപ്പോൾ സെബാസ്റ്റ്യൻ മന്ദിരം അവിടെയൊക്കെ ഇങ്ങനെ നടന്നു കുറച്ച്. അപ്പം നിങ്ങൾ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ എവിടെ വളർന്ന് അവിടെ ഇരിക്കുന്നത് അപ്പം എന്നെക്കൊള്ളൊക്കെ അറിയാം തുല്യതയായി. പക്ഷെ ആ ഇതിന് ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്, ഒരുപാട് മാറി. കാരണം ഈ ഫീൽഡ് തന്നെ ഒരുപാട് മാറ്റി. ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ, ഇങ്ങനെ പെരുമാറണം. എൻ്റെ ഹസ്ബൻഡിൻ്റെ വരെ ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. പോളിഷായിട്ട് സംസാരിക്കാനൊക്കെ പഠിക്കുന്നത്. അത്രയ്ക്ക് വേദനകളാണ് ഞാൻ ഓരോ ദിവസം കാണുന്നത്. ഇന്ന പ്രോബ്ലം ഞാൻ ഈ ഫീൽഡ് ഒരു കാര്യമൊക്കെ പരസ്യമായിട്ട് പറയാൻ പാടില്ല. കേസ് എടുത്താൽ പിന്നെ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞ സാധനം ഒരു കേസിന് അങ്ങനെ പറയാൻ പറ്റില്ല. ഇത്രയൊക്കെ തന്നെ പറഞ്ഞത് വളരെ പേടിച്ചിട്ടാണ്. അറിയാൻ വേണ്ടി ചോദിച്ചു. അതെ അതെ എല്ലാം ഉണ്ട്. അതിന്റെ ചോദിക്കുമ്പോ സാഹിത്യത്തിലെ മനോശാസ്ത്ര വിശകലനമാണല്ലോ നമ്മുടെ വിഷയം. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഒരു സംശയം അല്ലെങ്കിൽ ഒരു നിരീക്ഷണമായിട്ട് പങ്കുവയ്ക്കുകയാണ്. എല്ലാവരോടും ആണ് ചോദിക്കുന്നത്. സാഹിത്യത്തില് നമ്മള് മിക്കവാറും എല്ലാ കഥാപാത്രങ്ങളുടെയും ഒരു ഡെപ്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു പേര് പരിശോധിക്കുമ്പോൾ അതിലൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെ ഒരു എംടിഎൻ കഥാപാത്രങ്ങളായാലും ഒരുപാട് അപകർഷതയിൽ നിന്ന് ഉയർന്നു വരാനുള്ള ഒരു ത്വര കാണാം. അവസാനം അത് എത്തിയോ എന്നുള്ളത് വേറെ ചോദ്യം. അത് എഴുത്തുകാരന്റെ ഒരു ബാധ്യതയല്ല. ആ കഥാപാത്രം അങ്ങനെ ഒരു കഥാപാത്രത്തിനെ ഒരു സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതല്ല മികച്ച എഴുത്ത്. സത്യത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യത്തിനെ രേഖപ്പെടുത്തിയിട്ട് അത് എങ്ങനെ പര്യവസാനിക്കുന്നു എന്നുള്ളതിന്റെ ഒരു എന്താ പറയുക ഒരു ഗവേഷണം കൂടിയാണ് സത്യത്തിൽ കഥ, പ്രത്യേകിച്ച് കഥ നോവല് എഴുത്ത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ MTയുടെ കഥാപാത്രങ്ങളിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. OV വിജയന്റെ രവിയിലായാലും ഉണ്ട്. ടോൾസ്റ്റോയുടെയും ഡോസ്റ്റോയ്സ്കിയുടെയും പല കഥാപാത്രങ്ങളിലുണ്ട്.
ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളിലുണ്ട്. കാരണം കോമൺ ആയിട്ട് നമ്മളൊന്ന് മനസ്സിരുത്തി നോക്കി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ക്ലാസിക്കുകളുടെയും പിന്നില് ഇതിന്റെ ഒരു വിവിധ രൂപങ്ങളുണ്ട്. അത് അതേപടി പകർത്തി വെക്കില്ലല്ലോ സാഹിത്യത്തിൽ നിന്നുള്ള കുറെ ഡയമെൻഷൻസിൽ കഥ പോകുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഉണ്ട്. എന്റെ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മികച്ച സൃഷ്ടികളുടെ അല്ലെങ്കിൽ കഥ എഴുതുന്നതിന്റെ കവിത എഴുതുന്നതിന്റെ ഒരു ചോദന എന്താണെന്നുള്ളതാണ്. ഒരാൾ എഴുതുന്നത് നമ്മളിൽ തന്നെ ഒരു അപകർഷതാബോധമുണ്ട്. ജീവിതത്തിന്റെ മറ്റു പല സ്ഥലങ്ങളിൽ തോറ്റവരാണ് എഴുതുക എന്നുള്ളത്. ഞാനടക്കം അങ്ങനെയാണ്. നമ്മൾ വ്യവസ്ഥാപിത വിദ്യാഭ്യാസം ആയാലും ശരി, നമ്മുടെ തൊഴിൽ കടലിലെ കരിയർ ബിൽഡിങ്ങിലൊക്കെ നമ്മളെ പിറകോട്ട് വലിക്കുന്നുണ്ട്. സത്യത്തില് നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു എഴുതാനുള്ള ആ ഒരു ജന്മവാസനയോ അല്ലെങ്കിൽ അതിന്റെ പ്രതിഭയോ വലിക്കുന്നത്. ഇത് എല്ലാ സാഹിത്യകാരന്മാരും അനുഭവിച്ചിട്ടുണ്ടാവാം. അപ്പൊ അവരുടെ സത്യത്തില് അത് അവരുടെ കൂടി ആ ഇൻഫീരിയോറിറ്റി ആയിട്ടുള്ള ആ ഒരു മനോഘടനയെ വെളിപ്പെടുത്തുന്നില്ലേ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. അതൊരു മോശം കാര്യമായിട്ടല്ല പറയുന്നത്. ഒരു ഭാഗത്ത് വേറൊരു രീതിയിൽ പ്രകാശിക്കാനുള്ള അല്ലെങ്കിൽ അസാധാരണമായിട്ട് പ്രകാശിക്കാൻ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പ്രകാശിക്കാനുള്ള ഒരു വാഞ്ചയോ കഴിവോ ഉള്ളപ്പോൾ തന്നെ വളരെ സാധാരണത്വമായിട്ട് ഒരു സാധാരണ മനുഷ്യൻ ഈസി ആയിട്ട് ജയിക്കുന്ന പല സ്ഥലങ്ങളിലും തോറ്റവർ തന്നെയാണ് നമ്മുടെ മഹാസാഹിത്യകാരന്മാരെല്ലാവരും. ടോൾസ്റ്റോയ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബെഞ്ചിൽ കിടന്നിട്ടാണ് മരിക്കുന്നത്. അങ്ങനെ പലരും അവരുടെ ജീവിത രേഖ പരിശോധിച്ചാൽ മനസ്സിലാവും. ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അവർ വേട്ടയാടുമ്പോൾ അത് മറികടക്കാൻ കൂടിയാണ് അവർ സത്യത്തില് കഥയോ കവിതയോ അങ്ങനെ എല്ലാം എഴുതുന്നത്. നമ്മുടെ ബഷീറിനെ പോലെ പ്രകടമായിട്ട് അത് നമുക്ക് കാണാൻ സാധിക്കാത്തത് ബഷീറിന്റെ രചനകളല്ല. പക്ഷെ സത്യത്തിലുണ്ട്. ബഷീർ അതിനെ ചിരി കൊണ്ട് മറികടക്കുക എന്നുള്ളതാണ്. ബഷീറിന്റെ ഒരു ചെറിയൊരു അധികം ആരും ചർച്ച ചെയ്യാത്ത ഒരു കഥയുണ്ട്. കൈസറല്ല, ടോമി, അങ്ങനെ എന്തോ ഒരു പേരാണ്. ഒരു നായയാണ്. കൈസർ തന്നെയാണോ? കൈസർ. അപ്പൊ കൈസർ കാലത്ത് ഞാൻ എഴുന്നേറ്റ്, അല്ലെങ്കിൽ കഥാനായകൻ പറയുന്നത് കാലത്ത് ഞാൻ എഴുന്നേറ്റപ്പോ കൈസർ പടിക്ക് പുറത്ത് ഇല്ലാത്തുന്നുണ്ട്. ആ വീട്ടിലെ നായയല്ല, അപ്പുറത്തെ വീട്ടിലെ നായയാണെന്നാണ് എന്റെ ഓർമ്മ. കൈസർ ഇതാവുന്നപ്പോ ഞാൻ കാലത്ത് തന്നെ പ്രഭാത കൃത്യങ്ങൾ കഴിച്ച് ഒരു മറ്റേ 2 കുറ്റി പുട്ട്, 2 ഏത്തപ്പഴം, 2 മുട്ട, ഒരു സുലൈമാനി ചായ എല്ലാം കഴിഞ്ഞ് ഞാനൊരു ബീഡി വലിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ അടിയിൽ ബഷീർ എഴുതും, ഇതിൽ ബീഡി മാത്രം സത്യമുള്ളത്. സത്യത്തിലെ ഒരു കറുത്ത ചിരിയാണ്. പക്ഷെ അതിന്റെ പട്ടിണി ഏറ്റവും വലിയൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തന്നെയാണ്. നമ്മുടെ ശരീരത്തിന്റെ ഒരു അപ്പുറം മനസ്സിനെ കൂടി ഒരു കുഴിയിലാക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ്, മിക്ക രചനകളുടെയും കഥാപാത്ര സൃഷ്ടിക്ക് പിന്നിൽ കഥാകാരന്റെ അല്ലെങ്കിൽ രചയിതാവിന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ അല്ലെങ്കിൽ ആ താഴ്ന്നു കിടക്കുന്ന അവസ്ഥയെ മറികടക്കാനുള്ള ഒരു ശ്രമമില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. മനുഷ്യന്റെ ഇൻഫീരിയോറിറ്റി ഫീലിംഗ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രതിഭാസം തന്നെയാണ്. മനുഷ്യന് 3 കാര്യങ്ങളാണ് ബേസിക് നെസസിറ്റീസ്. ഒന്ന് വിൽ ഫോർ പ്ലഷർ, സന്തോഷത്തിനും സുഖത്തിനും വേണ്ടിയിട്ടുള്ള വാഞ്ച. വിൽ ഫോർ പ്ലഷർ, WIL. അതിന്റെ വക്താവായിരുന്നു ശരിക്കും ഫ്രോയിഡിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരുണ്ട്. വാസ്തവത്തിൽ ആഡ്ലറും അദ്ദേഹത്തിന്റെ പ്രഥമ ശിഷ്യന്മാരിൽ പെട്ടതാണ്. പക്ഷെ സെക്കൻഡ് സ്കൂൾ ഓഫ് വിയന്ന പ്രകാരം വിൽ ഫോർ സുപ്പീരിയോറിറ്റി മനുഷ്യന്റെ അടിസ്ഥാന വാഞ്ച തന്നെയാണ്. വിൽ ഫോർ സുപ്പീരിയോറിറ്റി. നമ്മൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ എല്ലാവരും അത്യാവശ്യം സുപ്പീരിയോറിറ്റി ഫീലിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. നമ്മൾ ഈ 100,000 ആൾക്കാരുടെ ഇടയിൽ ഒരു ധൂളിയായിട്ട് ഒരു പൊടിയായിട്ട് ഇങ്ങനെ നടക്കാനായിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റെക്കഗ്നിഷൻ, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സുപ്പീരിയോറിറ്റി, അത് വീട്ടിലാവാം, സമൂഹത്തിലാവാം, പഠിക്കുന്ന സ്ഥലത്താവാം, ജോലി സ്ഥലത്താവാം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിന് താഴെയുള്ള ഒരു പൊസിഷനിൽ നിന്ന് ഇൻഫീരിയോറിറ്റി മറികടക്കാനായിട്ട് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് വേണം. Superiority complex or will for superiority is the aim of second school of Vienna. പിന്നെ ഇത് രണ്ടും അതിജീവിച്ച പല വ്യക്തികളുണ്ട്. സാധാരണഗതിയിൽ സന്യാസ ആ ഒരു ലെവലിൽ എത്തുന്ന ആൾക്കാർ. അപ്പൊ പോലും എന്തിനാണ് ജീവിതം എന്ന് ചോദിക്കുന്ന ഒരു അടിസ്ഥാന ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് വളരെ ഭൗതികമായിട്ടുള്ള സുഖങ്ങളും വേണ്ട, അതിൽ നിന്നൊക്കെ ഞാൻ വിട്ടുപോയി, എന്നാൽ സുപ്പീരിയോറിറ്റി എല്ലാവരുടെയും മേലെ നിൽക്കുന്ന ഒരു ആവശ്യകതയും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ എന്റെ ജീവിതത്തിന്റെ അർത്ഥം തേടിയിട്ടുള്ള ഒരു യാത്രയുണ്ട്. വിക്ടർ ഫ്രാങ്കൽ എന്ന തേർഡ് സ്കൂൾ ഓഫ് വിയന്ന ഗ്രൂപ്പിൽ പെട്ട ഇതാണ്. അവര് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ള ആവശ്യം വിൽ ഫോർ മീനിങ് ഓഫ് ലൈഫ്. ആ മീനിങ് ഓഫ് ലൈഫിൽ തന്നെ അതുകൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്.
ഇപ്പൊ ബർണാച്ചാടെ സൂപ്പർമാൻ എന്ന് പറഞ്ഞ നാടകത്തില് ആ കഥാപാത്രം പറയുന്നുണ്ട്, ഐ ഹാവ് ടു ബി മോർ ഗുഡ്, ഐ ഹാവ് ടു ബി എ മാൻ മച്ച് ബെറ്റർ ദാൻ മീ. ഇപ്പോഴുള്ള പ്രസന്റ് സ്റ്റേറ്റിൽ നിന്നും എനിക്ക് ബിക്കമിങ്, ബീയിങ് അല്ല ബിക്കമിങ്, ആ ബീയിങ് ആണോ ബിക്കമിങ് ആണോ ഇമ്പോർട്ടന്റ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും ബീയിങ്ങിൽ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോ ബിക്കമിങ്, അതിനാണ് ഈ കാൾ റോജേഴ്സ് ആ ടൈപ്പ് ഓഫ് ആൾക്കാരൊക്കെ പറയുന്നത് ഹയർ റീഡിലേക്ക്, സെൽഫ് റിയലൈസേഷനിലേക്ക്, ലെറ്റ് ദ ഫ്ലവർ ബ്ലോസം, ഈ പൂക്കൾ വിരിയട്ടെ, നിങ്ങൾ പുഷ്പമായിട്ട് തീരട്ടെ എന്നുള്ള രീതിയിൽ സ്വയം വിടരാനും വളരാനായിട്ട് അനുവദിക്കുക. നിങ്ങൾ നിങ്ങളെ വിട്ടാൽ മതി, നിങ്ങൾ തന്നെ വളർന്നു, നിങ്ങൾ തന്നെ പുഷ്പിച്ചു. 4 വശവും സൈക്കോളജിസ്റ്റുകളാൽ ചുറ്റപ്പെട്ട ഒരു മലയാള അധ്യാപകന്റെ സ്ഥിതി മനസ്സിലാക്കണം. അങ്ങനെയാണ്. അപ്പോ സാഹിത്യവും മനഃശാസ്ത്രവുമാണ് വിഷയം. അതിൽ ഞാൻ സാഹിത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നു, അതിൽ വ്യാഖ്യാനങ്ങളുടെ പക്ഷത്തിൽ നിൽക്കുകയാണ്. വളരെ സരസമായ ഭാഷണങ്ങൾ കൊണ്ടും വിശകലനങ്ങൾ കൊണ്ടും അവർ മേടിച്ചിരിക്കുക സാഹിത്യം. അതുകൊണ്ട് സമ്പന്നരായിട്ടുള്ള ദിവസം അതിന്റെ അവലോകനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ അനു